ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് നിറയെ ഹോൾസൊക്കെ വന്നിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമ്മളതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല, ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചിട്ട് ബാക്കി വരുന്ന സമയത്ത് സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടവിടെ ഉണ്ടാക്കും, എന്നിട്ട് പുട്ടുണ്ടാക്കിയിട്ട് അവിടെ വെക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് പുട്ടുപൊടി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, നനച്ച പൊടി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ പൊടി വെച്ചിട്ട് നമുക്ക് പിറ്റത്തെ നേരത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം എനിക്കിതാ ഇത്രത്തോളം പൊടിയാണുള്ളത്. അപ്പോൾ ഇത് സത്യത്തിൽ പൊടി നനച്ചത് ബാക്കി വന്നതല്ല. ഞാൻ പുട്ടുണ്ടാക്കുന്ന സമയത്ത്, ഇപ്പോൾ രാത്രിയിൽ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി പൊടി കൂട്ടി എടുത്തിട്ട് നനച്ചതാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പൊടി ഇത്തിരി കൂട്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നനച്ച് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കാൻ വേണ്ടി കുതിർത്തെടുത്ത പൊടിയാണ് കേട്ടോ. ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ നനച്ച് വെച്ച പൊടിയാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 8-9 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് ഒരു 8-9 ചുമന്നുള്ളി, വലുതാണ് ചുമന്നുള്ളി, കുറച്ച് വലിപ്പമുള്ളതുണ്ട് കേട്ടോ, 2-3 എണ്ണം. അപ്പോൾ 8-9 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ചുമന്നുള്ളിയും ഒരു കപ്പ് തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുമന്നുള്ളി ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങ നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന സമയത്ത് ആ ഒരു പൊടിയിൽ ചിലർ തേങ്ങ തിരുമ്മി എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടാൽ മതി കേട്ടോ. ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പുട്ടുപൊടി, നമ്മുടെ ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ, ആ ഒരു അരി ചേർത്തിട്ടുള്ള പൊടിപ്പിച്ചിട്ടുള്ള പുട്ടുപൊടി ആണെങ്കിൽ ഈ ചോറ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അപ്പം ഒട്ടിപ്പോവുള്ളൂ, കൂടുതൽ ഒട്ടൽ വരും കേട്ടോ. അപ്പം ഇത് വെറും പച്ചരി വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ്, പച്ചരി വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചരി എല്ലാ ചാക്കരിയും കൂട്ടിയിട്ടുള്ള പുട്ടുപൊടി ആണെങ്കിൽ ഒരിക്കലും ചോറ് ചേർക്കണ്ട. അപ്പം അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒക്കെ വെക്കുക. പക്ഷെ ഞാൻ 2-3 മിനിറ്റ് ഒക്കെ വെക്കുന്നുള്ളൂ. കാരണം ഈ ഒരു പുട്ടുപൊടി ഞാൻ വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുട്ടുപൊടി. അപ്പം അതുകൊണ്ട് ആ ഒരു പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പം ഞാൻ എന്നാലും 2-3 മിനിറ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഡയറക്റ്റായിട്ട് പുട്ടുപൊടി എടുക്കുകയാണ്, പുട്ടിന് നനച്ചതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചാൽ മതിയിട്ട്. ആ ഒരു പൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതാ ഇത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് മാവിൻ്റെ കട്ടിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പഞ്ചസാര 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ദോശ മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ ഈ ഒരു ബാറ്ററിന് നല്ലതാട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് പഞ്ചസാര വേണ്ടാന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാനിത് 1/2 ഗ്ലാസ് വെച്ചിട്ട് 2 തവണ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്റർ എപ്പോഴും കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. ഒരുപാട് കട്ടി ഉണ്ടാവേണ്ട, അതുപോലെ തന്നെ വല്ലാണ്ട് അങ്ങോട്ട് ലൂസായിട്ടും പോവണ്ട കേട്ടോ ഒരു ബാറ്റർ. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ട് കോരി ഒഴിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനിത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത്, രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാത്രികൾക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ രാവിലെ ഇതുപോലെ അരച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതാ രാവിലെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ മാവ് വല്ലാണ്ട് അങ്ങോട്ട് പൊങ്ങി പുറത്ത് വരുന്ന രീതിയിലൊന്നും വരില്ല. നമ്മളിതിൽ ഉഴുന്നും ഒന്നും ചേർത്തിട്ടില്ല, ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മാവ് ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും, കണ്ടോ. ഞാൻ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, മാവ് നല്ല ഒന്ന് പൊങ്ങി ഒന്ന് പതഞ്ഞ് വന്നിട്ട് ഉണ്ടാവും. അപ്പോൾ അത്രത്തോളം തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒരുപാട് കണ്ട് കുത്തി ഇളക്കില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ബേക്കിംഗ് സോഡയും ഈസ്റ്റോ ഓയിനോയോ ഒന്നും ചേർക്കണ്ട, നമുക്ക് നേരെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ദോശച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ദോശച്ചട്ടി ചൂടായിക്കോട്ടെ. ഇത്തിരി ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തിലാണോ ഇത് ദോശ ഉണ്ടാക്കാറ്, നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. ഇപ്പോൾ ഇതാ ദോശച്ചട്ടി നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം നമുക്ക് ഇത്തിരി മാവ് കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അമർത്തി ചുറ്റിക്കുന്നില്ല കേട്ടോ, പതുക്കെ ആ ഒരു തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് ചുറ്റിക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, നല്ല ഹോൾസ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. നമ്മൾ സാധാരണ പുളിദോശയൊക്കെ കഴിക്കൂലോ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഒന്നും ചേർക്കണ്ട, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇത് നിറയെ കംപ്ലീറ്റ് ആയിട്ട് അത് ഹോൾസ് വരും കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് ആദ്യം ഒഴിച്ചതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റോസ്റ്റിൻ്റെ രൂപത്തിൽ നെയ്റോസ്റ്റ് പോലെ ഇത്തിരിയും കൂടെ പരത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ദോശ പോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ബാറ്ററിൻ്റെ ലൂസ് നമ്മൾ എത്രത്തോളം ലൂസ് ഉണ്ടെന്ന് കണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പച്ചരി മാത്രമാണെങ്കിൽ മാത്രമേ ചോറ് ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മൾ ചാക്കരിയൊക്കെ ചേർത്തിട്ടുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചോറ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ദോശയുടെ ഈ ഒരു മുകൾ ഭാഗം ഒട്ടുള്ളൂ കേട്ടോ, കൂടുതൽ നന്നായിട്ട് ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അടുത്തതും ആയിട്ടുണ്ട് കണ്ടോ. ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ദോശക്കല്ലായതുകൊണ്ട് ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഒന്ന് കൂട്ടി കൊടുത്ത് പിന്നെ ലോയിലാക്കി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ആകുമ്പോൾ ഇനി അടി കളർ ചേഞ്ച് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അത് അടുത്തതായിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തിരി നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പുട്ടുപൊടി വെച്ചിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുട്ടിനൊക്കെ നനച്ചിട്ട് ബാക്കി വരുന്ന പൊടി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ കിട്ടും. നിങ്ങൾ പച്ചരി എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചോറ് പച്ചരി ചാക്കരി ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ദോശ ഒട്ടിയിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ, മേൽഭാഗം ഒട്ടിപ്പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടല്ലോ, നമ്മളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.